ഹലോ, നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ മൺട്രോ തുരുത്ത് കാണാൻ പോവുകയാണ്. സുരേഷ് ഏട്ടൻ ഞങ്ങളെ മൺട്രോ തുരുത്തിലേക്ക് വള്ളത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൺട്രോ തുരുത്ത്. അഷ്ടമുടിക്കായലും കല്ലട ആറും കൂടി ചേരുന്ന ഇടമാണ് നമ്മുടെ മൺട്രോ തുരുത്ത്. കണ്ടൽച്ചെടികൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന അഷ്ടമുടിക്കായലിൻ്റെയും കല്ലട ആറിൻ്റെയും ചെറിയ ചെറിയ കനാലുകളുടെയും ചെറു തോടുകളുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഈ സ്ഥലം ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. വെയിലിൻ്റെ ചൂട് കുറേ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കയറിയ ബോട്ടിൻ്റെ ഡോക്കിൽ നിന്നും 1 മണിക്കൂർ തുഴഞ്ഞാലേ മൺട്രോ തുരുത്തിൽ എത്തിയുള്ളൂ. നമ്മളിന്ന് കനാലുകളിലൂടെയും അതുപോലെ തന്നെ ചെറു തോടുകളിലൂടെയുമാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് ചെമ്മീൻ കെട്ടുകളും മീൻ വളർത്തുന്ന സ്ഥലങ്ങളും കാണാം. ഇതാ ഈ കാണുന്നത് ചെമ്മീനും മീനും വളർത്തുന്ന സ്ഥലങ്ങളാണ്. ചെമ്മീനിൻ്റെയും മീനിൻ്റെയും ഹാർവസ്റ്റ് സീസണിൽ മിതമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ ലഭിക്കും. ഈ തോട്ടിലൂടെ ചെറുവള്ളങ്ങൾ മാത്രമേ പോകുകയുള്ളൂ. ഈ തോടുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കുറേയേറെ പാലങ്ങളുണ്ട്. തല കുനിച്ചിരുന്നേ പാലത്തിനടിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. തല കുനിച്ചു കഴിഞ്ഞാൽ മതിയോ?
നേരെ കാണുന്ന. ഇവിടെ കുറേ കണ്ടൽ മരങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന സ്ഥലമാണ്. നമുക്കിവിടെ നിന്ന് നമ്മുടെ നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അഷ്ടമുടിക്കായലൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. മൺട്രോത്തുരുത്ത് കാണാൻ പോവല്ലേ? മൺട്രോത്തുരുത്തിലോട്ട് പോകുന്നു. നമ്മളിപ്പോൾ അഷ്ടമുടിക്കായലിൽ നിന്നും തിരിച്ച് മൺട്രോ ഐലൻഡിലേക്ക് പോവുകയാണ്. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഏരിയയിൽ കൂടിയാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്.
ഇത് മൺട്രോ തുരുത്തിലെ കണ്ടൽക്കാടുകളാണ്. ഇതിൽ കൂടി നമുക്ക് ഒട്ടും ആഴ്ചയില്ല, നമുക്ക് നടക്കാം. നമ്മളിപ്പോൾ ഇവിടെ കരിക്ക് വിൽക്കുന്നുണ്ട്. നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കരിക്കിന് 60 രൂപയാണ് വില. ഇപ്പോൾ 10 രൂപ ഡിസ്കൗണ്ടിൽ 50 രൂപയ്ക്ക് കൊടുക്കും. അതെടുക്കാം. വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം കരിക്ക് തിന്നു. എങ്ങനെയുണ്ട് കരിക്ക്? അടിപൊളി. മൂന്നെണ്ണം. അടിപൊളി കരിക്ക്. വേണോ? കുഴപ്പമില്ല, കഴിച്ചു. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം കച്ചവടം നടത്തുന്നുണ്ട്. സാർ, ഇത് മൺട്രോ തുരുത്ത്. അപ്പം തെക്ക് വശവും പടിഞ്ഞാറ് വശവും അഷ്ടമുടിക്കായലും, കിഴക്ക് വശവും വടക്ക് വശവും കല്ലടയാറും. ഇതിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നടുക്ക് കിടക്കുന്ന ഒരു പല പല കൊച്ചു കൊച്ചു തുരുത്തുകളും ഇടക്കനാലുകളും കൂടിയാണ് മൺട്രോ തുരുത്ത്. അതിന് നമ്മളിപ്പോൾ വരുമ്പം ഇവിടെ എല്ലാവരും പഠിച്ചിരിക്കുന്നത് മൺട്രോ ഐലൻഡ്. ഈ മൺട്രോ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര വിസ്മയമുണ്ട്. മൺട്രോ കണ്ടൽക്കാടുകൾ വിസ്മയ കവാടങ്ങളാണ്. അപ്പോൾ ഈ മൺട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയുടെ പേര് ഇതിനെങ്ങനെ നാമനിർദ്ദേശനം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് കഥയാണ്. അപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും നടുക്കപ്പെട്ട ഒരു വട്ടക്കായലായിരുന്നു ഒരു സമയങ്ങളിൽ. അത് ഏതാണ്ട് 1800 ചരിത്രമാണ്. അതിനുശേഷം തിരുവിതാംകൂർ റാണിയായിരുന്ന റാണി ലക്ഷ്മി ഭായ് ആ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായിട്ട് 1800 ഒരു ദിവാനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഒന്നാം ദിവാൻ, തിരുവിതാംകൂർ ദിവാൻ, അത് ഉമ്മിണിത്തമ്പി. അദ്ദേഹം വന്ന് ഈ 5 വർഷം കൊണ്ട് നാടിന് ആകമാനം അപ്രിയത വരുത്തി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ദ്രോഹവും നാടിന് ദ്രോഹവുമായി മാറ്റിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇത് അറിഞ്ഞ റാണി ലക്ഷ്മി ഭായ് തിരുവിതാംകൂറിലെ 2ാം ദിവാനായിട്ട്
ബ്രിട്ടീഷ് റെസിഡൻ്റായുള്ള കേണൽ മൺറോ സാഹിബിനെ ഈ തുരുത്തിൻ്റെ അധിപനായിട്ട് നമ്മുടെ ഈ തിരുവിതാംകൂറിൻ്റെ 2ാം ദിവാനായിട്ട് നിയമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൺറോ തുരുത്ത് ഈസ്റ്റ് കല്ലട പടിഞ്ഞാറേ കല്ലട മൺറോ തുരുത്ത്. ഈ ഈസ്റ്റ് കല്ലടയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കുത്തനൊരു പാലമുണ്ട്. അതുവഴി ഈ കല്ലടയാറ്റിലെയും അഷ്ടമുടിക്കായലിൻ്റെ നീരൊഴുക്കൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുറേ ചാനലുകളും, അതായത് കുറേ കനാലുകളും, ആറുകളും, പുഴകളും, കടലും കായലുമായിട്ട് ബന്ധിപ്പിക്കുകയുണ്ടായി. അതുവഴി തീരദേശ പ്രദേശം എന്നുള്ള പോലെ കിടന്ന ഈ ഒരു വട്ടക്കായൽ ഐലൻഡാക്കി തീർത്തു. അങ്ങനെ ഒരുപാട് ചരിത്ര വിസ്മയങ്ങൾ അദ്ദേഹം 1805 മുതൽ 10 വരെ ഈ മൺറോ തുരുത്ത് സ്ഥാപിച്ചതിൻ്റെ ഭാഗമാണ് ഈ മൺറോ തുരുത്തെന്ന് പറയുന്ന ഈ ഒരു നാട് രൂപപ്പെട്ടത്. അതിന് ലക്ഷ്മി റാണി തമ്പുരാട്ടി അദ്ദേഹത്തിൻ്റെ പേര്, ഈ മൺറോയുടെ പേര് ഈ നാടിന് സമർപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് ഇത് മൺറോ തുരുത്തായി മാറുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു. അപ്പുറം നിങ്ങൾ ആ പുത്തനാർ ഇറങ്ങി വന്നത് ഇപ്പുറത്ത് വില്യമംഗലം എന്ന് പറഞ്ഞ ഫസ്റ്റിലെ ഒരു വാർഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് കൊല്ലത്തുനിന്ന് ആംഗ്ലോ ഇന്ത്യൻസ് കൊല്ലത്തുനിന്ന് ആംഗ്ലോ ഇന്ത്യൻസ് ഒരു യുവതിയാണ് വിവാഹം കഴിച്ചത്. അതുവഴി ഇതാണ്ട് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 6 ഏക്കർ ഭൂമി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ബംഗ്ലാവ്, അത് ഞങ്ങൾ സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്ന് ഞങ്ങളിങ്ങനെ നാട്ടുകാർ വിശേഷിപ്പിക്കുമായിരുന്നു. അവിടെയൊക്കെ ചിലർ പോയി കാണാറുണ്ട്. ഇപ്പോഴും ആ ബംഗ്ലാവ് പരിപൂർണമായിട്ടൊരു വലിയ ബംഗ്ലാവിൻ്റെ മുകളിലല്ല, അത് ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പേരിലായതുകൊണ്ട് അവർ വന്ന് ഇത് നിലനിർത്തി പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു മൺറോ തുരുത്ത് പഞ്ചായത്ത് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമപഞ്ചായത്താണ്. തനിത് പണ്ടൊന്നും ഇല്ലാത്തൊരു പഞ്ചായത്താണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം ഇപ്പോൾ ടൂറിസം സ്പേസാണ്. അപ്പോൾ ഇതൊരു ഉദ്ദേശം ഒരു 2000 കാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും മാത്രം വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇത് നമുക്ക് ആർക്കും ഈ ജനങ്ങൾക്ക്, നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലായിരുന്നു. എങ്കിലിത് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നതിന് ശേഷം ഈ നാട്ടുകാരും പൊതുജനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ നാട്ടുകാരുടെ ഈ കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പം ഒരു സൺഡേ ദിവസം ഈവനിങ് ടൈമിലാണ് ആൾ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടുത്തെ രാവിലത്തെ കാഴ്ചയും വൈകുന്നേരത്തെ കാഴ്ചയാണ് ഏറ്റവും ഭംഗിയാർന്ന ഒരു കാഴ്ച. കുന്നുംപുറവും വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും ആര് കണ്ടാലും എത്ര കണ്ടാലും മനോഹരമായി ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് മൺറോ തുരുത്ത്. അപ്പോൾ സാറ് തന്നെ ഇത് കണ്ടെങ്കിൽ പോലും സാറിന് ഇനിയും തിരിച്ചു വരാൻ ഇത് ആഗ്രഹിക്കും. അതാണ് മൺറോ തുരുത്ത്. ഞാൻ ഈ മൺറോ തുരുത്തിൽ ഇങ്ങനെ വരുന്നത് അത് വിദേശികളായാലും സ്വദേശികളായാലും നോർത്ത് ഇന്ത്യൻസിനായാലും കൊണ്ടും ഈ കനോയിങ് ബോട്ടിങ്ങുകാരാണ് ഞങ്ങൾ ഈ നിൽക്കുന്നവരെല്ലാം. അപ്പോൾ ഈ കനോയിങ് ബോട്ടിങ്ങിലൂടെ ഈ തുരുത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇതേപോലുള്ള അഷ്ടമുടിക്കായലിൻ്റെ സെൻറ്ററാണിത്. ഇത് ഗെറ്റിംഗ് വാട്ടർ ഡൗൺ ഫേസ് ഇംഗ്ലീഷുകാരുമായിട്ടും ഹിന്ദിക്കാരുമായിട്ടും അല്ലെങ്കിൽ തമിഴും എല്ലാമായിട്ടും ഞങ്ങൾ അടിച്ച് തിമിർത്ത് പോകുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശമാണ്. അതാണ്ടോ ഒരു കുട്ടി തന്നെ നിന്ന് ആ കളിക്കുന്ന കളിയുണ്ടോ, ആ കയറുന്നില്ല, എൻ്റെ വള്ളത്തെ വന്നതാണ്. അപ്പോൾ എത്ര കണ്ടാലും മനോഹരമായി വീണ്ടും വരാൻ ഉല്ലസിക്കുന്ന ആകർഷണ ശക്തിയുള്ള ഒരു തുരുത്താണ് മൺറോ തുരുത്ത്. അപ്പോൾ ഞാനൊരു ബോട്ടിംഗ് മാനാണ്. എൻ്റെ പേര് കമലൻ. മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ഒരു പോയിന്റിൽ നിന്നാണ് ഞാനിവരെ പിക്ക് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ അവിടെ വരുന്ന കാറുകളിൽ നിന്നോ വണ്ടികളിൽ നിന്നോ ടേൺ അനുസരിച്ച് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്. അതേപോലെ 7 പോയിൻ്റ് ഈ മൺറോ തുരുത്തിനകത്തുണ്ട്. അവിടുന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബോട്ടിംഗ്മാരാണ് ഇങ്ങനെ വന്ന് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചതാണ്. ഇവരൊക്കെ തിരിച്ച് സന്തോഷത്തെ ഇല്ലയോ, അടിപൊളിയല്ലയോ? അപ്പോൾ എല്ലാവരും ആര് കണ്ടാലും മനോഹരമായ രീതി, വളരെ വളരെ ഹാപ്പി, ചേട്ടാ ഇനിയും വരും, വീണ്ടും വരും, ഞങ്ങൾ ഫാമിലിയായിട്ട് വരും എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ മൺറോ തുരുത്തിൻ്റെ വിസ്മയം. നമ്മൾ കണ്ടൽക്കാട് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കണ്ടോ? ഇതാണ് ആർച്ച്. കണ്ടൽക്കാട്ടിലുള്ള ആർച്ച് എന്ന് പറയുന്നത് ഇവിടാണ്. ഇതാണ് മൺറോ തുരുത്തിലുള്ള ആർച്ച്. കണ്ടൽ മരങ്ങൾ ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു.
കണ്ടൽ കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഉൾഗ്രാമത്തിൻ്റെ ശാന്തതയും പ്രസന്നതയും ആസ്വദിച്ച് വിവിധ തരത്തിലുള്ള പക്ഷികളെ കണ്ടും മത്സ്യകൃഷികളെപ്പറ്റി അറിഞ്ഞും അഷ്ടമുടി കായലിലേക്ക് എത്തിച്ചേരുന്ന ഈ യാത്രയിൽ കണ്ടൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ക്യാപ്റ്റൻ സുരേഷ് വലിയ മുളവടി കൊണ്ട് ഊന്നിയുള്ള ശാന്തമായ യാത്ര അതിമനോഹരമായിരുന്നു. ഇനിയും തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ 10 വട്ടം തിരിച്ചു വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു. I hope you guys enjoyed the Monroe Turuthu. Thank you for watching. Bye-bye.